ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെ, പക്ഷെ പലരുടെയും ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിട്ടുള്ള കുറച്ച് ഒരു 4-5 പോയിൻറ്റ്സ് ആണ് കേട്ടോ. അത് ഓരോന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെയും കടന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ആ പോയിൻറ്റ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, അറിവില്ലാതെ ഉപദേശിക്കരുത്, അത് പരിഹാസത്തിന് കാരണമാകും. വളരെ കറക്റ്റായിട്ടുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ. ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്ക് ഫ്രണ്ട്സ്. അറിവില്ലാതെ ഉപദേശിക്കരുത്, അത് പരിഹാസത്തിന് കാരണമാകും. അതായത് നമ്മൾ ഒരാളെ എന്തെങ്കിലും ഒരു കാരണത്തിന് ഉപദേശിക്കാനായിട്ട് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് നമ്മുടെ ജീവിതത്തിൽ അത് ഒത്തിരിയെങ്കിലും ഒന്ന് പ്രാവർത്തികമായിട്ടുള്ള കാര്യമായിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് ആഴത്തിൽ അറിഞ്ഞിട്ടുള്ളതായിരിക്കണം. അല്ലാതെ അതിൻ്റെ വാലും തുമ്പും മനസ്സിലാക്കിയിട്ട് പോയി ഉപദേശിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പണി പാളും ഫ്രണ്ട്സ്. അപമാനിച്ച് തിരിച്ചു വരേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് ഉപദേശിക്കാൻ നടക്കുന്നവർ ഇതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളായിരിക്കും. ഉപദേശം കൈമുതലായിട്ടുള്ള ചിലരുണ്ട്, അവരോടാണ് പ്രത്യേകിച്ച് അവരിതൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നാണം കെട്ട് തിരിച്ചു വരേണ്ടി വരും. ആ ഉപദേശിക്കുന്ന ആ വിഷയത്തെ നല്ല ഗ്രാഹ്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ആ ഒരു പ്രവൃത്തിക്ക് തുനിയുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റൊരാൾ മനസ്സറിഞ്ഞ് നമുക്ക് നൽകുന്ന അദൃശ്യമായ ഒരു അനുഗ്രഹം, അത് നമ്മുടെ ജീവിതത്തിനുടനീളം നല്ല ഒരു യാത്രയ്ക്ക് വളരെയധികം നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് മുതിർന്ന ഒരാളുടെ തെറ്റിദ്ധാരണകൾ മൂലം നമ്മൾ ആരോടെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി പറയാനായിട്ട് ഒരു മടിയും വിചാരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ, നല്ലവരെ അപമാനിക്കരുത്. അവരുടെ അനുഗ്രഹം നഷ്ടപ്പെടും. മാത്രമല്ല, അതൊരു ശാപമായി തലയുടെ മുകളിൽ നിൽക്കുകയും ചെയ്യും. ചിലപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം നമ്മൾ അവരെ ഹേർട്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്ന ആ നിമിഷം സോറി പറയാൻ ഒരു മടിയും കാണിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അതൊരു കരടായി അങ്ങനെ അവശേഷിക്കുന്നതാണ്. മനസ്സറിഞ്ഞ് നൽകുന്ന ആ ഒരു അനുഗ്രഹം, അദൃശ്യമായ അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ജീവിതയാത്രയിൽ വേണ്ട ഒരു കാര്യമാണ്. അത് നമ്മളായിട്ട് വെറുതെ ചൊറിഞ്ഞ് നശിപ്പിക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് നമുക്ക് എല്ലാവർക്കും മണ്ടത്തരം പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവരോടും സൗഹൃദം നടിക്കരുത്. എല്ലാവരും സുഹൃത്തുക്കളല്ല. ഈ ഒരു കാര്യം അടിവരയിട്ട് പറയാം, എല്ലാവരും സുഹൃത്തുക്കളല്ല. ഒരാൾ നമ്മളെ സമീപിക്കുന്നത് ഒരു പക്ഷേ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ അത് കഴിഞ്ഞായിരിക്കും അവരുടെ കറക്റ്റ് സ്വഭാവം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോഴത്തേക്കും ഒരുപാട് വൈകിട്ടുണ്ടാകും. ഈ ഒരു മണ്ടത്തരം എല്ലാവർക്കും പറ്റുന്നതാണ്. അതുകൊണ്ട് ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ അവരുടെ സംസാരത്തിലൊന്നും വീഴാതെ വിശ്വസിക്കരുത് ഫ്രണ്ട്സ്. ആരെയും വിശ്വസിക്കരുത്. പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രം ഒരാൾ ഉപയോഗിക്കുന്നവരുടെ കർമ്മഫലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യം നമ്മളെ അവർ കറിവേപ്പിലയായിട്ട് വലിച്ചെറിയും. ഭാവി കാലം അവരെ കറിവേപ്പിലയാക്കും. ആരുടെയെങ്കിലും മുന്നിലൊക്കെ കറിവേപ്പിലയാക്കിക്കോളും. അതുകൊണ്ട് അതിനെ മൈൻഡാക്കിയേ വേണ്ട ഫ്രണ്ട്സ്, നമ്മൾ മുന്നോട്ട് പോവുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ രസകരമായ ഒരു കാര്യമാണ് അസൂയ. ഒട്ടുമിക്ക ആളുകളിലും ഉണ്ട് കേട്ടോ. ഒരു പരിധി കടന്നു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് കേട്ടോ. അതുകൊണ്ട് അസൂയ വളർത്തരുത്. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടും ഫ്രണ്ട്സ്. സമാധാനത്തെ നശിപ്പിക്കുന്ന ഒന്നാണ് അസൂയ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നമുക്ക് കിട്ടാത്ത ഒരു സാധനം തൊട്ടടുത്തുള്ളവൻ വാങ്ങി അസൂയപ്പെടേണ്ട ഒരു കാര്യമില്ല ഫ്രണ്ട്സ്. നിങ്ങൾ പ്രയത്നിക്കുക, അതിനേക്കാളും നല്ലത് വാങ്ങുക. പ്രശ്നം തീർന്നില്ലേ? അല്ലാതെ അസൂയപ്പെട്ടിട്ടും അവൻ വാങ്ങിയതിൽ മോങ്ങിക്കൊണ്ടിരുന്നിട്ടും ഒരു കാര്യവും ഇല്ല. വളരെ ഷെയിമായിട്ടുള്ള കാര്യമാണത്. തനിക്ക് കിട്ടാത്ത ഒരു സാധനം മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ ആ സ്പോട്ടിൽ അവനെ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വളരെ 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 ഒരു നന്മയുള്ള മനസ്സിനുടമയാണ് എന്ന് പറയാം. നേരെ മറിച്ച് തനിക്ക് കിട്ടാത്തൊരു സംഭവം അവന് കിട്ടുമ്പോൾ അസൂയയാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് കുറിച്ചിട്ടോ ഫ്രണ്ട്സ്. അത് മാറ്റേണ്ട സമയമായി. അല്ലെങ്കിൽ ജീവിതം കോഞ്ഞാട്ടമായിരിക്കും. നിങ്ങൾക്കൊരു കാലത്ത് സമാധാനം ഉണ്ടാവില്ല. താങ്ക് യു.